രാവിലെ തന്നെ രണ്ടും ബൈക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണോ എന്തോ. എങ്ങോട്ടാ രണ്ടൂടെ? ഇച്ചാപ്പന്റെ വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറിയോ? ഇച്ചാപ്പന്റെ വെഡിങ് ആനിവേഴ്സറി. അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്, കേക്കൊക്കെ ആയിട്ട്. എന്നാ ഇച്ചിരി നീങ്ങി, ഞാനപ്പോ ഇവിടെ ഇരിക്കും. കേക്ക് ഫ്രണ്ടിൽ വെക്കടാ. ഇത്ര ഇട കിടന്നിട്ട് കൈ പിടിച്ചോണ്ട് നിൽക്കുവേ. അപ്പൊ നമ്മള് മൂന്നുള്ളോ? ചെന്നൈ റെഡി ആയിട്ടുണ്ടോ? അത് കുഴപ്പമില്ല, ഇവനെ അവിടെ പറഞ്ഞു വിട്ടോളൂ. അങ്ങനെ വണ്ടി എടുത്തു. ഇനി ഇവിടുന്ന് നേരെ ഇച്ചാപ്പന്റെ വീട്ടിലോട്ട്. അവിടെ ചെന്ന് അവനൊരു സർപ്രൈസ് കൊടുത്തേക്കാന്ന് വെച്ചു. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് വേണം ഷർവിനെയും കൂടെ പോയി വിളിക്കാൻ. ചപ്പാത്ത് എത്തിയപ്പോഴത്തേക്കും ആഷിക്കിനോട് പറഞ്ഞു, ഞങ്ങളിവിടെ ഇറങ്ങിക്കൊള്ളാം, നീ പോയി ഷറവിനെ വിളിച്ചോണ്ട് വരാൻ. അവൻ നേരെ വണ്ടി എടുത്തു. അങ്ങനെ ഞാനും ഇക്കാമോനോട് ഇതേ ഇച്ചാപ്പന്റെ വീട്ടിലോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഷറവിനെ വിളിച്ചോണ്ട് ഇതേ ആഷിക്കും എത്തി. എനിക്കൊരു കാര്യം അറിയാവോ? ഒരുത്തൻ ഫോൺ വിളിച്ചു, അവന്റെ എനിക്ക് കൊടുക്കുന്ന പോലും എനിക്ക് താല്പര്യമില്ല. അറിയാവോ എന്തിനാ കൊടുക്കുന്നത്? ഫോൺ വിളിക്കുന്നത് കൊടുക്കുന്ന പോലും എനിക്ക് താല്പര്യമില്ല. അവനോട് എനിക്ക് സംസാരം, ഇവന്റെ അടുത്ത് നിൽക്കാൻ പോലും എനിക്ക് താല്പര്യം. ഒരു പ്രശ്നം പറഞ്ഞു ആഷിക്ക് നേരെ വണ്ടിയും വെച്ചിട്ട് ഇച്ചാപ്പന്റെ വീട്ടിലോട്ട് ഓടിക്കേറി. ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. എന്തായാലും ആഷിക്ക് പോയോണ്ട് സർപ്രൈസ് പൊളിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ നേരെ അവന്റെ വീട്ടിലോട്ട് കയറി. അമ്മ വാതിക്കെ തന്നെ നിപ്പുണ്ടായിരുന്നു. തൊട്ടു പുറകെ ഇതേ ഇച്ചാപ്പനും ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും അവന് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ കേക്കുമായിട്ട് ഇറങ്ങിയതാന്ന്. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്താ ചെറുവേ? നമ്മള് കേക്ക് കെട്ടിയാൻ പോവാം. ഇവനാ മെയിൻ. ഈ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഗൾഫിന് പോകാൻ 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ വീടിന്റെ അകത്ത് കയറി. ഇക്കാമോനാണെങ്കിൽ ഇതേ കേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്തേക്കാം. കുഞ്ഞു നോക്കണോ? അടാ ഇക്കാമോണിച്ച് കൊടുക്കണം. അടുത്ത് നിൽക്കുന്നുണ്ടോ? അങ്ങനെ കേക്ക് മുറിയും പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഇതേ ഷെൽഫിൽ ഇച്ചാപ്പൻ്റെ കല്യാണ ഫോട്ടോ ഇരിക്കുന്നു. അതിൽ നിന്ന് നേരെ ഇച്ചാപ്പൻ്റെ മുഖത്തോട്ടും. നല്ല സന്തോഷം തന്നെ എന്തായാലും. അങ്ങനെ നമുക്കുള്ള കേക്ക് എത്തി. ഇനിയിപ്പോൾ കേക്ക് കഴിഞ്ഞിട്ടാകാം ബാക്കി പരിപാടി എന്ന് വെച്ചു. അങ്ങനെ കേക്കും കഴിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഇതേ ഇച്ചാപ്പൻ്റെ അമ്മ ചായയായിട്ട് വന്നു. എന്തായാലും നല്ല കോമ്പിനേഷൻ തന്നെ, കേക്കും ചായയും. പിന്നെ ഒന്നും നോക്കിയില്ല, ചായ കൂടി തുടങ്ങി. അങ്ങനെ കേക്കും കഴിച്ച് ചായയും കുടിച്ചിട്ട് നേരെ ഇച്ചാപ്പനോട് ടാറ്റായും പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തായാലും ഉച്ചയ്ക്ക് ഇച്ചാപ്പൻ ഇറങ്ങുന്നുണ്ട്. ഇനി ഞായറാഴ്ചയല്ലേ, ചിലവ് അവൻ്റെ വകയാണെന്നും പറഞ്ഞു. അങ്ങനെ വീട്ടുകാർക്കെല്ലാം ടാറ്റയും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്.